സ്വാഗതം. കൊറോണ ഭീതി പടർന്നു പിടിച്ചതോടെ ആളുകൾ ഫേസ് മാസ്കിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ്. തെരുവിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എന്തിന് വീടിനകത്ത് പോലും മാസ്ക് ധരിച്ചു നടക്കുന്നവർ. 90 ദിവസം മുമ്പത്തെ സ്ഥിതി അപേക്ഷിച്ച് ആമസോണിൽ സർജിക്കൽ മാസ്കിന്റെ വില 166% ഉയർന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ ഫേസ് മാസ്ക് വാങ്ങുന്നതിന് മരുന്നുകടകൾക്ക് മുന്നിൽ ആളുകൾ രാത്രിയിലും ക്യൂ നിൽക്കുകയായിരുന്നു. പ്രാദേശിക ആവശ്യം വർദ്ധിച്ചതോടെ തായ്വാൻ മാസ്കുകളുടെ കയറ്റുമതി നിരോധിച്ചു. യഥാർത്ഥത്തിൽ ഫേസ് മാസ്കുകൾക്ക് കൊറോണ വൈറസിനെ തടയാൻ പറ്റുമോ? രോഗികളല്ലാത്തവർ ഈ മാസ്ക് ധരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെന്നാണ് ഇക്കാര്യത്തിൽ ആധികാരികമായി അഭിപ്രായം പറയാൻ സാധിക്കുന്ന ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. രോഗം ഇല്ലാത്തവർ സാധാരണഗതിയിൽ പുറത്തേക്കിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കാൻ തങ്ങൾ ശുപാർശ ചെയ്യുന്നില്ലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റ് പറയുന്നു. കൊറോണ ബാധിതരെ പരിചരിക്കുന്നവർ, ചുമയോ തുമ്മലോ ഉള്ളവർ എന്നിവർ മാസ്ക് ധരിച്ചാൽ മതി. മാത്രമല്ല, മാസ്ക് ധരിക്കുന്നവർ ഒപ്പം കൈകൾ സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നില്ലെങ്കിൽ അവ രോഗം തടയുന്നതിന് പകരം കൂടുതൽ രോഗം പരത്താൻ ഇടയാക്കും എന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയിലെ ദേശീയ പൊതുജനാരോഗ്യ സ്ഥാപനമായ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും ഇതേ അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾ രോഗികളാണെങ്കിൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും ആശുപത്രിയിൽ പോകുമ്പോഴും ഫേസ് മാസ്ക് ധരിക്കുക. ഫേസ് മാസ്ക് ധരിക്കുന്നത് ശ്വാസതടസ്സം പോലുള്ള പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ചുമയും തുമ്മലും കവർ ചെയ്യാൻ സാധ്യമായത് ചെയ്യുക. നിങ്ങളെ പരിചരിക്കുന്നവരും ഫേസ് മാസ്ക് ധരിക്കണം. അല്ലാത്തവർ ഫേസ് മാസ്ക് ധരിക്കേണ്ട യാതൊരു കാര്യവുമില്ലെന്നും CDC അഭിപ്രായപ്പെടുന്നു. പ്രധാനമായും 2 തരം ഫേസ് മാസ്കുകളാണ് വിപണിയിൽ ലഭ്യമായിട്ടുള്ളത്. ഒന്ന് സാധാരണ സർജിക്കൽ മാസ്കുകളും കുറെ കൂടി കാര്യക്ഷമമായ N95 മാസ്കുകളും. ഇപ്പോൾ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് താരതമ്യേന വില കുറഞ്ഞ സർജിക്കൽ മാസ്കുകളാണ്. എന്നാൽ രോഗികൾ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും പുറത്തുവരുന്ന ഡ്രോപ്ലെറ്റുകളെ തടയാൻ കഴിയുമെങ്കിലും വലുപ്പം വളരെ കുറഞ്ഞ വൈറസുകൾ നിഷ്പ്രയാസം ഈ മാസ്കുകൾക്കകത്തേക്ക് കടന്നുകയറുമെന്ന് വിദഗ്ധർ പറയുന്നു. മാസ്ക് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുകൂടി ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. മാസ്കിന്റെ പുറംഭാഗത്ത് ഒരിക്കലും സ്പർശിക്കാൻ പാടില്ല. ഒരു തവണ ഉപയോഗിച്ച മാസ്ക് വീണ്ടും ഉപയോഗിക്കരുത്. ഉപയോഗിച്ച ശേഷം മാസ്കുകൾ അടച്ചുറപ്പുള്ള ചവറ്റുകുട്ടയിൽ നിക്ഷേപിക്കുകയും കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുകയും ചെയ്യണം. എന്നാൽ കൊറോണയെ പേടിച്ച് മാസ്ക് ധരിക്കുന്ന സാധാരണക്കാർ വളരെ അലക്ഷ്യമായാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനും മറ്റും മാസ്ക് ധരിച്ചു വരുന്നവർ അത് കൈകൊണ്ട് വലിച്ചു താഴ്ത്തി ഭക്ഷണം കഴിക്കുകയും അത് കഴിഞ്ഞാൽ നനഞ്ഞ കൈകൊണ്ട് പൊക്കി വെക്കുകയും ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ്. മാസ്കുകൾ എപ്പോഴും ഡ്രൈ ആയിരിക്കണമെന്നാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. രോഗമില്ലാത്തവരും രോഗികളുടെ പരിചാരകരും അല്ലാത്തവർ മാസ്കുകൾ വലിയ തോതിൽ വാങ്ങിക്കൂട്ടുമ്പോൾ യഥാർത്ഥത്തിൽ അത് അത്യാവശ്യമായ രോഗികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും മാസ്ക് ലഭിക്കുന്നില്ലെന്നതാണ് മറ്റൊരു ദുരന്തം. എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതിന് സമാനമാണ് ഇതെന്ന് ഓർക്കുക.